ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകുമ്പോഴോ തിരക്കിട്ട് എവിടെയെങ്കിലും പോണ സമയത്ത് നിങ്ങളെ എവിടെയാണ് എന്താ വിളിക്കാത്തത് എന്താ താമസിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് വിളിക്കാനായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ? എല്ലാവർക്കും ഉണ്ടാവും ആരെങ്കിലും. ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ടാവില്ല. എന്നാൽ ഇല്ലാത്ത ആളുകൾ അതോർത്തിട്ട് വിഷമിക്കും. എന്നെ അന്വേഷിക്കാൻ ആരും ഇല്ലല്ലോ എന്നോർത്തിട്ട്. അതേസമയം അങ്ങനെ എപ്പോഴും എപ്പോഴും എവിടെയാണ് എന്താണ് വരാത്തതെന്ന് ചോദിച്ച് തിരക്കാൻ ആരെങ്കിലും ഒക്കെയുള്ള ആളുകൾ അവരോടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരാൾ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? മിക്കവാറും ദേഷ്യമായിരിക്കും കൂടുതലായിട്ട് വരിക. കാരണം തിരക്കിട്ട് നിൽക്കുമ്പോഴത്തേനാണോ വിളിക്കണേ, ഇപ്പോഴാണോ വിളിക്കണേ, ഞാൻ പറഞ്ഞിട്ടല്ലേ പോന്നേ. മിക്കവാറും അങ്ങനെയായിരിക്കും ഫോൺ എടുത്തിട്ടുള്ള മറുപടികളല്ലേ. ചിലർ ഫോൺ പോലും എടുക്കാറില്ല, ഫോൺ എടുത്ത് നോക്കും. ചിലപ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ അതിൻ്റെ റിംഗ് ടോൺ കേൾക്കുമ്പോൾ അറിയാം ആരാണെന്നറിയാം, അപ്പം തന്നെ ഒന്ന് പുറകുറുക്കും. അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് എന്തിനെ തെറി വിളിക്കണമെന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടും. അങ്ങനെയൊക്കെ ആയിരിക്കും പതിവല്ലേ. മിക്കവാറും ആ ഒരു ദേഷ്യത്തിന് ഇരയാകുന്ന വ്യക്തി എന്ന് പറയുന്നത് അത് മിക്കവാറും നമ്മുടെ അമ്മയായിരിക്കും അല്ലേ. അമ്മമാരായിരിക്കും അങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. എത്ര ചീത്ത പറഞ്ഞാലും പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കും. വിളിക്കരുതെന്ന് പറഞ്ഞാലും വിളിക്കും. കാരണം അവരുടെ ഉള്ളിലൊരു ആവലാതിയാണ്. അവരുടെ ആവലാതി, അവരുടെ ആ സ്നേഹമാണ് ആ എപ്പോഴുമുള്ള ആ വിളി. ചിലപ്പോൾ ഭാര്യമാരായിരിക്കും, ചിലപ്പോൾ ലവേഴ്സൊക്കെ ആയിരിക്കും, ആരായാലും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ആ സമയത്ത് എത്ര തിരക്കിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളുടെ ഇപ്പോൾ ബോസോ ജോലി സ്ഥലത്ത് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും അർജൻറ്റ് കോളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ ഫോൺ എടുത്തിട്ട് അമ്മയോട് സംസാരിച്ച ആ ടോണിലായിരിക്കുമോ സംസാരിക്കുക? ഒരിക്കലും അല്ല അല്ലേ. കാരണം ആ ഫോൺ എടുത്തിട്ട് ആ ഫോൺ എടുക്കുന്നതിൽ തന്നെ ഒരു ബഹുമാനം ഉണ്ടാവും. മനസ്സിലുണ്ടാവും, യോ എന്ത് പറയാനായിരിക്കുമോ വിളിക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തിട്ട് എന്താ സാറേ, എത്ര സൗമ്യമായിട്ട് സംസാരിക്കാൻ പലർക്കും കഴിയും അല്ലേ. ചിലരുടെ സംസാരം, അമ്മയോടുള്ള വർത്തമാനം കേൾക്കുമ്പോൾ അവർക്ക് സൗമ്യമായി സംസാരിക്കാൻ അറിയത്തേയില്ല എന്ന് തോന്നും. പക്ഷേ അവർ ബോസൊക്കെ വിളിക്കണ സമയത്ത് എത്ര കാമായിട്ടായിരിക്കും സംസാരിക്കുന്നത് അല്ലേ. അതുപോലെ പലരുടെയും കോളുകൾ പലരോടും ഉള്ള രീതി പല വിധത്തിലായിരിക്കാം. എന്നാലും ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മളെ വിളിക്കണ സമയത്ത് നമ്മളെ വിളിക്കുമ്പോൾ ആ വിളിക്കണ വ്യക്തി നമ്മൾ മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ എടുക്കാൻ താമസിക്കുകയോ അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർ നമ്മളെ ഇട്ടിട്ട് പോകും എന്നൊരു ഭയം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവരോട് എങ്ങനെയായിരിക്കും? അവർ നമ്മളെ വിട്ടു പോകരുത്, അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെടരുത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അവരിൽ നിന്ന് കിട്ടാതിരിക്കരുത്, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ അത്ര ഭവ്യതയോടു കൂടിയായിരിക്കും അവരോട് സംസാരിക്കുകയും അവരുടെ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി ആ സമയത്ത് കണ്ടില്ലെങ്കിൽ പോലും ഉടൻ തന്നെ കണ്ട ഉടനെ തിരിച്ചും വിളിക്കും നമ്മൾ. അതേസമയം നമ്മളെ ഒരിക്കലും വിട്ടിട്ട് പോവില്ല എന്ന് നമുക്ക് 100 അല്ല 110% ഉറപ്പുള്ള വ്യക്തികളോട് മാത്രമേ നമ്മളിതുപോലെ ഷൗട്ട് ചെയ്യുള്ളൂ അല്ലേ. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മൾ ആ ചെയ്യുന്നത് ശരിയാണോ? നമ്മളെ അതറിയണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി എല്ലാ പരിപാടികളും കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരം 1 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് ചിന്തിച്ച് നോക്കുക. ഇന്ന് ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ എന്നെ തേടി വന്ന കോളുകളോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഞാൻ അങ്ങനെ പ്രതികരിച്ചപ്പോൾ അവർക്ക് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? എന്നും ഇപ്പോൾ അമ്മയുടെ കോളാണെങ്കിലും ഭാര്യയുടെ കോളാണെങ്കിലും എന്നും എത്ര തവണ പറഞ്ഞാലും വീണ്ടും അവരത് ആവർത്തിക്കുന്നുണ്ട്. കാരണം എന്താണ്? അവർക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല, ഞാനില്ലാതിരിക്കാൻ അവർക്ക് പറ്റില്ല. അങ്ങനെ ചിന്തിക്കുന്നതിനിടയിൽ വെറുതെ നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ലെങ്കിൽ പോലും വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു ദിവസം, ഒരു നിമിഷം അങ്ങനെ ഒരു കോള് നമ്മളെ തേടി എത്തിയില്ല എങ്കിൽ, അങ്ങനെ ഒരാൾ നമ്മളെ അന്വേഷിക്കാൻ ഇല്ലാതാകുന്ന ഒരു സമയത്തെ പറ്റിയിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. സത്യമായിട്ടും നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറം നമുക്ക് ചിന്തിച്ചാൽ ചിലപ്പോൾ ആ ഒരു ശൂന്യത അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് വരും. അതേസമയം അതൊന്ന് അനുഭവിച്ച് നോക്കണം. സത്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഓരോ ജാടയും ഓരോ തിരക്കുകളും ഓരോ ഇതും ആ ചില ആളുകൾ നിങ്ങളെ സ്നേഹിക്കാനും
അന്വേഷിക്കാനും നിങ്ങളുടെ പിന്നാലെ നടക്കാനും ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയ്ക്കൊരു ഇതുണ്ടാവുന്നത്. അങ്ങനെ ആരും നിങ്ങളെ അന്വേഷിക്കാനോ തേടാനോ ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയുക, സന്തോഷമോ തിരക്കുകളോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കഴിവ് പോലും സത്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടായെന്ന് വരില്ല. നിങ്ങളെ ഇതിനെല്ലാം പ്രാപ്തരാക്കുന്നത് നിങ്ങൾ ഒരു നട്ടലോടുകൂടി നിവർന്ന് നിൽക്കാനായിട്ടുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് തന്നെ നിങ്ങളുടെ പിന്നിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ചിലരുണ്ട് എന്നുള്ള വിശ്വാസം തന്നെയാണ്. അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ പിന്നിൽ ഇല്ലാതാവണം. അത്തരത്തിലുള്ള കോളുകൾ നിങ്ങൾക്ക് വരാതിരിക്കണം. നിങ്ങളെ അന്വേഷിച്ച് അങ്ങനെ ആരും വിളിക്കാനില്ലാതെ വരുന്ന സമയത്ത് അപ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചറിയുള്ളൂ നമ്മളെ തേടി വന്നിരുന്ന ആ കോളുകളുടെ ആ ബലം അത് എത്രത്തോളം നമ്മളെ സ്ട്രോങ് ആക്കിയിരുന്നു എന്ന്. ആ ഓരോ അന്വേഷണത്തിലുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം ആയിരുന്നെന്ന് അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മൾ ശരിക്കും ആരോടാണ് റെസ്പെക്റ്റായിട്ട് സംസാരിക്കേണ്ടത്? ആ ബഹുമാനവും സ്നേഹവും നമ്മൾ തിരിച്ച് കാണിക്കേണ്ടത് ആരോടാ? തീർച്ചയായിട്ടും നമ്മളെ സ്നേഹിച്ച് നമ്മളെവിടെയാണ്, എന്താ വരാത്തെ, എവിടെയാ നീ എന്ന് ചോദിക്കുന്ന ആ വ്യക്തികളോടല്ലേ നമ്മൾ ബഹുമാനത്തോടുകൂടി സംസാരിക്കേണ്ടത്. എത്ര തിരക്കായാലും ആ കോളൊന്ന് എടുത്തിട്ട് പറയുക, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇപ്പം വരാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ തിരക്കിലാണ് ഇപ്പം വരാം, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് വിളിക്കാം കേട്ടോ. ആ സൗമ്യമായ ഒരു വർത്താനം മതി അവർക്ക് ആശ്വാസം കിട്ടാൻ. അവർ വേറെ ഒന്നിനുമല്ല വിളിക്കണേ. സത്യം പറഞ്ഞാൽ അവർ വിളിക്കണേ എന്തിനാണെന്നറിയോ? നിങ്ങൾ ജീവനോടെ അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം വൈകും തോറും അവരുടെ ഉള്ളിൽ ഓരോരോ ചിന്തകളും ആദികളുമായിരിക്കും. നിങ്ങളവിടെ ജീവനോടെ ഉണ്ടോ, നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി മാത്രമായിരിക്കും നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായും അവരോട് നിങ്ങൾ ദേഷ്യത്തോടെ സംസാരിക്കാതെ, വെറുപ്പോടെ സംസാരിക്കാതെ, അവരെ വിഷമിപ്പിക്കാതെ, അവർക്കൊരാശ്വാസം കിട്ടാൻ നിങ്ങളുടെ ഒരു ശബ്ദം മാത്രം മതി. നിങ്ങൾ പറയുന്ന വാക്കുകൾ പോലും അവർ ശ്രദ്ധിക്കില്ല. നിങ്ങളുടെ ശബ്ദമാണോ, നിങ്ങളവിടെ ഉണ്ടോ എന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരുന്ന സ്നേഹത്തിൻ്റെ ഓരോ കോളുകളും അത് സ്നേഹം കൊണ്ടാണെന്ന് തിരിച്ചറിയും. തിരിച്ച് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. ചേർത്ത് പിടിക്കുക. താങ്ക് യു.